ഈശോയിൽ പ്രിയപ്പെട്ടവരെ, അമ്മയെ തല്ലിയാലും രണ്ട് അഭിപ്രായം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു പ്രവൃത്തി ചിലപ്പോൾ അതിൽ തന്നെ മോശമായിരിക്കാം, ചിലത് നല്ലതായിരിക്കാം. പക്ഷേ ആ പ്രവൃത്തിയെ മോശമോ നല്ലതോ ആയി ചിത്രീകരിക്കുന്നത് അത് കാണുന്നവരുടെ വീക്ഷണം അനുസരിച്ചാണ്, മനോഭാവം അനുസരിച്ചാണ്. സ്നാപയോഹന്നാൻ അധികം ഭക്ഷിക്കാത്തവനും പാനം ചെയ്യാത്തവനും വന്നപ്പോൾ അയാൾക്ക് പിശാചുണ്ട്. ഈശോ എന്നാൽ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യാനും വന്നപ്പോൾ ദേണ്ട ഭോജനപ്രിയനാണ്, പാപികളുടെ സ്നേഹിതനാണ് എന്നൊക്കെ. അപ്പം ആരിലും എന്തിലും കുറ്റം മാത്രം കണ്ടുപിടിക്കുന്ന ഒരു മനോഭാവവും ചിലരിലുണ്ട്. അവരെപ്പോഴും സങ്കടം അനുഭവിക്കുന്നവരായിരിക്കും. ഒന്നിലും ഒരു സംതൃപ്തി അവർ കണ്ടെത്തത്തില്ല. എല്ലാവരും കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. എന്നാൽ ചിലർ എപ്പോഴും നല്ല വശങ്ങൾ കാണാൻ ശ്രമിക്കുന്നവരുണ്ട്. എന്ത് മോശം സംഭവിച്ചാൽ പോലും അതിനുള്ളിൽ എന്തെങ്കിലും നന്മയുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ അവർക്ക് സാധിക്കും. അവർ എപ്പോഴും സംതൃപ്തരാണ്, സന്തോഷവാന്മാരാണ്. ആരെയും അവർ കുറ്റപ്പെടുത്താറില്ല. എല്ലാവരെയും വളർത്താനാണ് അവർ ശ്രമിക്കുക. ആ ഒരു മനോഭാവത്തിലേക്ക് നമുക്കും എത്തിച്ചേരാൻ തീവ്രമായിട്ട് ആഗ്രഹിക്കാം, പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.